14-ാം നൂറ്റാണ്ടിൽ പെരിയാറിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് പെരിയാർ ഒഴുകിയിരുന്നത് ഈ വഴിയിലൂടെയാണ്. ആ പെരിയാർ ഇന്ന് ചുരുങ്ങി വേറൊരു തോടായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ പെരിയാർ കാലടിയിൽ നിന്ന് ആലുവ വഴി മുനമ്പത്ത് എത്തുമ്പോൾ അന്നത്തെ പെരിയാർ കാലടിയിൽ നിന്ന് അങ്കമാലി വഴിയാണ് മുനമ്പത്തെത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അങ്കമാലിയിലെ ആ പഴയ പെരിയാറിലാണ്. ഇന്ന് ഈ പെരിയാറിൻ്റെ പേര് മാഞ്ഞാലിത്തോട് എന്ന് മാത്രമാണ്. വെറൊരു തോടായി മാറിയിരിക്കുകയാണത്. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ കൊടുങ്ങല്ലൂർ മുസിരീസ് എന്നു പേരുള്ള വലിയൊരു തുറമുഖമായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ ആ തുറമുഖം തകർന്നു പോയി. മലയോര പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുരുമുളകും മറ്റുള്ള പലവ്യഞ്ജനങ്ങളൊക്കെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചിരുന്നത് ഈ പുഴയിലൂടെയായിരുന്നു. പിന്നെ യേശുവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്ന തോമാശ്ലീഹ, അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്ന് തോണിയിൽ അങ്കമാലിയിൽ എത്തുകയും അങ്കമാലിയിൽ നിന്നാണ് അദ്ദേഹം മലയാറ്റൂരിലേക്ക് പിന്നെ നടന്നുപോയത്. അങ്കമാലി വലിയൊരു വാണിജ്യ കേന്ദ്രമായി മാറുന്നതിന് ഈ തോടിന് വലിയൊരു പങ്കുണ്ട്. ഇവിടെ ഒരു അങ്ങാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇപ്പോഴും അറിയപ്പെടുന്നത് അങ്ങാടിക്കടവ് എന്ന പേരിലാണ്. ഈ പുഴയെ ഇവിടുത്തുകാർ തന്നെ ഒരു തോടായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇത് ചരിത്രം ഉറങ്ങുന്ന ഒരു പുഴയാണ്. പെരിയാറിൻ്റെ മാതാവ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പുഴയെ.